ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ്. നമ്മൾ തമ്പാനൂരിലാണ് ഇപ്പോൾ ഉള്ളത്. മേഘന, നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പറയുകയാണെങ്കിൽ ആ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് എത്തുന്ന ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. 24 ട്രെയിനുകൾ എത്തുന്നതിൽ ആ ട്രെയിനുകൾക്കെല്ലാം ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ സ്റ്റോപ്പുണ്ട്. വന്ദേ ഭാരതിനും സ്റ്റോപ്പ് മുൻപില്ലാത്ത ഇടത്ത് പോലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോർപ്പറേഷനും അധികൃതരും എവിടെയാണ് ഗതാഗത സൗകര്യം, അത് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് എത്രയും മികച്ച ഗതാഗത സൗകര്യം ഉണ്ടാക്കണം. അതായത് അവർ ബുദ്ധിമുട്ടാൻ പാടില്ല. സർവ്വസജ്ജമായി തന്നെയാണ് കോർപ്പറേഷൻ അടക്കമുള്ള ഈ ട്രസ്റ്റ് ഭാരവാഹികൾ അടക്കമുള്ളവർ അത് നേരത്തെ തന്നെ കൃത്യമായ നിർദ്ദേശം നൽകുന്നു. എവിടെ പാർക്ക് ചെയ്യണം, എവിടേക്ക് വാഹനങ്ങൾ എത്തിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ കാണുന്ന വാഹനം പോലും അകത്തേക്ക് ഇപ്പോൾ ഓട്ടോകളൊക്കെ പോകുന്നുണ്ടെങ്കിലും ആരെങ്കിലും അറിയാത്തവരാരെങ്കിലും വാഹനവുമായി നിരത്തിനിറങ്ങാൻ അങ്ങനെ നഗരത്തിലുള്ളവർക്കെല്ലാം അത് അറിയാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഈ കാണുന്നത് പോലെയല്ല, ഒരു 10:15 ശേഷം ഇവിടെ ഒരു യാഗശാലയായി മാറാൻ പോവുകയാണ്. ചുറ്റും മന്ത്രോച്ചാരണങ്ങളും ഒപ്പം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാമാണ്. ഈ സംഭവം അല്ലെങ്കിൽ ഈ പൊങ്കാല നടക്കുന്നതുമായി ബന്ധപ്പെട്ട 3000-ഓളം പോലീസുകാരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടാതെ അങ്ങനെ എല്ലാ തരത്തിലും ഈ ആളുകൾക്ക് പ്രശ്നമുണ്ടാവാതെ അവരെ ഈ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക പറയാറില്ല. കാരണം കാസർഗോഡ് മുതലുള്ള ആളുകളുണ്ട്. അവരെ കാസർഗോഡ് മാത്രമല്ല, വിദേശത്ത് നിന്ന് വരുന്നുണ്ട്, അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് വരുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും വിചാരിക്കും എന്ത് അത്ഭുതമാണല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം ആൾക്കാർ ഒരു ദിവസം വന്നു പോവുകയാണ്. അത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും അപൂർവ കാഴ്ച. അവർ അപ്പുറത്തെ ഐക്യത്തോടെയാണ് ഈ ഒരു പൊങ്കാലയിട്ട് നിവേദ്യം അർപ്പിച്ച് പോകുന്നത്. നമുക്ക് ഇവരോട് കൂടി ചോദിക്കാം. എവിടെയും കുറച്ച് പേര് ഇരിപ്പുണ്ട്. ചേച്ചി എന്താ അല്ല, പായസത്തിന് ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ ശർക്കര ഇവിടെ വരുന്നത് കല്ലമ്പലം. അപ്പൊ ഇന്നലെ തന്നെ ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് വന്നു. അങ്ങനെ ചേച്ചിയുണ്ട്. ചേച്ചി എന്താ പേര്? അജിത. എവിടുന്നാ വരുന്നത്? പത്തനംതിട്ട. സ്ഥിരമായി വരാറുണ്ട്? ഞാനിപ്പോ 4ാമത്തെ പ്രാവശ്യം വരുന്നത്. ഓക്കെ, എന്താണ് തയ്യാറാക്കാൻ പോകുന്നത്? പായസം മാത്രമാണ് ഇത്തവണ? ഇത്തവണ പായസം മാത്രം. എങ്ങനെയാ പെട്ടെന്നൊന്ന് പറയാ പായസം എങ്ങനെയാ ഉണ്ടാക്കുന്നത്? പായസം അരി വെള്ളം അടുപ്പ് വെച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അരി കഴുകി അടുപ്പിലിട്ട് തിളച്ച് കഴിയുമ്പോൾ ശർക്കര, തേങ്ങ, ബാക്കി കൂട്ടുകളെല്ലാം ചേർത്ത് പായസം ഉണ്ടാക്കും. അപ്പൊ ഭക്തിയോടൊപ്പം ദേവിക്ക് ഇത് അർപ്പിക്കും തീർച്ചയായിട്ടും. അങ്ങനെയാണ് ചേച്ചി എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് പറയായിരുന്നു. അപ്പം ഇത് പൊങ്കാല അർപ്പിക്കാൻ വരാത്ത പ്രേക്ഷകർക്ക് ട്രൈ നോക്കാവുന്നതാണ്. നല്ല രുചിയുള്ള വിഭവങ്ങളാണ് കേട്ടോ, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇത് എന്റെ 3ാമത്തെ പൊങ്കാലയാ മേഖല. അപ്പം ഇവിടെ വരുമ്പോ ഇവർക്ക് ഇങ്ങനെ വിശ്വാസികൾക്ക് ഇങ്ങനെയുണ്ട്, അവർ ഒറ്റയ്ക്ക് ഇത് നിവേദിച്ചാൽ പോരാ. കാരണം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ്, പങ്കുവെക്കണം എന്നാണ്, പ്രസാദം എല്ലാവർക്കും നൽകണം എന്നാണ്. അപ്പൊ പൊങ്കാല കഴിഞ്ഞ് ഈ പ്രസാദം ഇവിടെ എല്ലാം അങ്ങോട്ടും അന്യോന്യം അത് വിതരണം ചെയ്യും. അതിനുശേഷമാണ് സംശയങ്ങളൊക്കെ ഉണ്ടാവില്ല അറിയാത്തവർക്ക്, അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ശബ്ദം ഉണ്ടല്ലേ, ഒരു ഉത്സവ പറമ്പ് പോലെ തന്നെയാണ് ഈ. അതാണ് വിവിധ ക്ലബ്ബുകളുടെയും ഒപ്പം തന്നെ അസോസിയേഷനുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പൊങ്കാല ഒരു വലിയ വിജയമാക്കി തീർക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ട്. അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. ഇപ്പം എന്തോ ഒരു അനൗൺസ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പം ക്ഷേത്രത്തിലേക്ക് പോയാലോ? അനുജയും തയ്യാറായിട്ടുണ്ട്. അനുജ, സ്മിത, തിരക്ക് കൂടി വരികയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴും ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാനുള്ളവരുടെ നീണ്ട തിരയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അതെ, ഇവിടെ വലിയ നിരയുണ്ട്. ഏത് ഭാഗത്ത് നോക്കിയാലും അവിടെ എല്ലാം വലിയ നിര കാണാൻ പറ്റുന്നുണ്ട്. ഇത് 10 മണിയാകുമ്പോഴേക്ക് ഈ നിര എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. കാരണം അത് എല്ലാവർക്കും തൊഴുകാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് കരുതാം അല്ലേ? അതെ, ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുക. കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേരെ കടത്തിവിടുന്നു, എന്നിട്ട് ക്യൂ അവിടെ നിർത്തുന്നു. അതിനുശേഷം ഇവർ പുറത്തേക്ക് കടക്കുന്ന രീതിയിൽ ആ മുറയ്ക്കാണ് പകുതി പേരെ കടത്തിവിടുക. അതെല്ലാ വർഷവും അത് കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു അനുജ, രാവിലെ തന്നെ തിരക്ക് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഭക്തജനങ്ങൾ ഇന്ന് എത്തുന്നുണ്ടെന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. പക്ഷെ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാ മുന്നൊരുക്കവും അധികൃതർ നടത്തിയിട്ടുള്ളത്. കൂടുതൽ പേർ വരുമെന്നുള്ളത് ആദ്യം മുതൽ തന്നെ ഇവർ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതെല്ലാ ഒരുക്കങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതും നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. കാരണം ഇത്രയധികം സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, പലയിടങ്ങളിൽ നിന്ന് സ്ത്രീകൾ എത്തുന്നു. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക, സുരക്ഷ ഒരുക്കുക,
കുടിവെള്ളം ഒരുക്കുക. ഇനി അങ്ങോട്ടേക്ക് സൂര്യൻ കത്തിക്കാളാൻ പോവുകയാണ്. ഇന്നലെ ഒരു അല്പം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു, ഇന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോ കുംഭമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന സൂര്യനാണ്. ആ ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് അഗ്നിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തർ അല്പസമയം ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ എന്താണ് നമ്മളുടെ ആരോഗ്യം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിന് പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. ഹീറ്റ് ക്ലിനിക്കുകൾ അതൊക്കെ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രത്യേക ആശുപത്രികളിൽ, അതുപോലെ തന്നെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിൽ. കൂടാതെ മെഡിക്കൽ സംഘം പലയിടങ്ങളിലായുണ്ട്. ഡോക്ടേഴ്സും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും നഴ്സസും ഒക്കെ അടങ്ങിയ ടീം, അത് 10 ടീം വിവിധ ഇടങ്ങളിലായുണ്ട്. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള ഫോൺ നമ്പർ, ദിശയുടെ ഫോൺ നമ്പർ ഇതെല്ലാം ഉണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം എത്ര ആളുകൾ വന്നാലും അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകാറുമില്ല അല്ലേ? ഇത്ര ചൂടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇവരുടെ ഈ ഭക്തിക്ക് മുന്നിൽ അതെല്ലാം അലിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ തവണയും കാണുന്നത്. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരു ട്രെയിനിൽ ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു, നല്ല പ്രായമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ട്രെയിനിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, അപ്പോൾ വലിയ പ്രശ്നമല്ലേ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒന്നുമില്ല, ഇത്രയും വർഷങ്ങളായി ഞാൻ വരുന്നു, ദേവി അനുഗ്രഹിച്ച് എനിക്ക് ഒരു വിഷയം ഉണ്ടാവില്ല. അത്തരത്തിലാണ് വിശ്വാസങ്ങൾ പോകുന്നത്. അതുപോലെ ദേവിയെ കാണാൻ ഇന്നിപ്പോൾ ഈ കാണുന്ന നിര മുഴുവനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൊങ്കാലയുടെ നിവേദ്യത്തിനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് ദേവിയെ കണ്ട് തൊഴുക, അതൊരാചാരം. അങ്ങനെ തൊഴുവാനുള്ള വരവാണ്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ദീപാരാധന ഉണ്ടാകും ദേവിക്ക്. അതുപോലെ നമ്മുടെ പുറകിൽ കാണുന്നത് ദേവിയുടെ, ഇതിന് പുറകിൽ കാണുന്ന ദേവിയുടെ ആ ഒരു രൂപത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പട്ടുവസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അതൊരു മനോഹരമായ കാഴ്ചയാണ്. പല വർണ്ണങ്ങളിൽ പട്ടുവസ്ത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് വന്ന് ഉടുപ്പിക്കുന്നതും അത് വളരെ കലാപരമായിട്ടാണ്. അപ്പോൾ തന്നെ അനുജ, ഈ ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടത് ഒരു കാർഷിക ജീവിതമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഒരു വിശ്വാസങ്ങളിൽ, അതായത് കൃഷി കഴിഞ്ഞ് പൊങ്കാല എന്ന് പറയുന്നത് നമ്മൾ പൊങ്കൽ എന്നുള്ള തമിഴ്നാടിന്റെയും അതുപോലെ കർണാടകയുടെ ഒക്കെ ആചാരവുമായി തന്നെ വിളവെടുപ്പ് ഉത്സവം എന്ന തരത്തിലേക്ക് കൂടി, അതായത് ആദ്യമായി ഉണ്ടാകുന്ന വിള അതെന്തായാലും അത് ദൈവത്തിന് സമർപ്പിക്കുന്നു, ദേവിക്ക് സമർപ്പിക്കുന്നു എന്നത് തന്നെ അതും ഇവിടെ നമുക്ക് ഒരു നിറവാണ്. അടുത്ത വർഷത്തേക്ക് വിളവ് നന്നായി വരാൻ വേണ്ടി അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ആ ഒരു സമൃദ്ധിയാണ് കാണിക്കുന്നത്. അവര് ദൈവത്തോട്, ഭൂമിയോട് നന്ദി പറയുകയാണ്. പൊങ്കാല തന്നെ കാണിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ, മണ്ണും ജലവും വായുവും ആകാശവും എല്ലാം ചേർന്നിട്ടുള്ള അതിങ്ങനെ പൊങ്കാല തിളച്ചു വരുമ്പോൾ ആ ഒരു സമൃദ്ധിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വിശ്വാസങ്ങളാണുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ മുതൽ ഈ നീണ്ട നിര ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. ഇന്ന് പ്രഭാതത്തിൽ മുതൽ ദേവിയെ കണ്ട് ദർശനം നടത്താനുള്ള വലിയ തിരക്ക് ഞങ്ങളുടെ തൊട്ടുപുറകിൽ കാണാം. നടയുടെ അടുത്ത് തന്നെയാണ്, നമ്മൾ നടയിലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. അങ്ങോട്ടുള്ള വലിയ തിരക്ക് കാണാം. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ സ്ത്രീകളെ തന്നെയാണ് കടത്തിവിടുന്നത്. ഒരുപാട് പുരുഷന്മാരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് മുഴുവനും സ്ത്രീകളായ ഭക്തജനങ്ങൾ. അത് പല പ്രായത്തിലുള്ളവരുണ്ട്. അവരവരുടെ ക്ഷീണമോ തളർച്ചയോ ഒന്നും വകവയ്ക്കാതെ ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങാനായിട്ടുള്ള വരവാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അഞ്ജലിയുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ടുള്ള വരവാണ്. അടുത്ത വർഷം വരെ ഇനി കാത്തിരിക്കണം പൊങ്കാലയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ വർഷം എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കണ്ട് 2 മണിയോടുകൂടിയാണ് പൊങ്കാലക്കലത്തിൽ കലങ്ങൾ തിളച്ചു തൂവുക. അപ്പോൾ അതുവരെ ചൂട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ക്ഷമയോടെ ഈ ക്യൂവിൽ നിന്ന് ഒന്ന് ദർശനം നടത്തിയിട്ട് പൊങ്കാലക്കലങ്ങളുടെ അടുത്തേക്ക് തിരികെ പോകണം. ചിലരുടെ പൊങ്കാലക്കലങ്ങളൊക്കെ ഇരിക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടതാണ്. തിരുവനന്തപുരം നഗരം മുഴുവൻ റോഡരികിലെല്ലാം തന്നെ ഈ കട്ടകൾ കൊണ്ട്, ഇഷ്ടികകൾ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഭംഗി ഇത് കഴിയുമ്പോൾ ഈ ചുടുകട്ടകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും. അതെ, അത് ഈ 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഈ മണ്ണന്തല എന്ന സ്ഥലം മുതൽ ഈ വഴിയരികിൽ ഈ ചുടുകട്ടകൾ ഇങ്ങനെ കൂട്ടി സ്ഥലം പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതങ്ങനെ അത്രയും കിലോമീറ്ററുകൾ ദൂരേക്ക് വരെ പോയിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണയും എനിക്ക് തോന്നുന്നു സ്മിത, അത് കൂടുതൽ കൂടുതൽ ദൂരത്തിലേക്ക് പോകുന്നു, കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു, പ്രായഭേദമന്യേ വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നു. അത് വിശ്വാസമാണ്. കാരണം ഇപ്പോൾ തിരുവനന്തപുരംകാർക്ക് മാത്രമല്ല ആറ്റുകാൽ ദേവി പ്രസാദം അരുളുന്നത് എന്നതാണ്. അതെ, ആര് വിളിച്ചാലും വിളിപ്പുറത്തെത്തുന്ന ദേവി എന്ന് വിശ്വസിച്ചുകൊണ്ട് ദേവിയെ കാണാനും ദുഃഖങ്ങൾ ഇറക്കി വെക്കാനുമൊക്കെയായി ആളുകൾ എത്തിച്ചേരുന്ന ഇടമാണ്. അപ്പോൾ മറ്റിടങ്ങളിൽ, അതായത് കാസർഗോഡും ഒക്കെയൊന്നും അല്ലാതെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോൾ നമുക്കത് എത്രത്തോളം വലിയൊരു ആഴത്തിലാണ് ആ ഭക്തി അങ്ങനെ വേരുറച്ച് നിൽക്കുന്നത് കാണാൻ കഴിയുന്നത് അല്ലേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി
നാരായണീ നമോസ്തുതേ. ഇതാണ് ഇവിടെ പ്രധാനമായും ഈ നാമജപങ്ങളോട് കൂടിയാണ് ഈ ക്യൂവിൽ ഇങ്ങനെ സ്ത്രീകൾ നിരനിരയായിട്ട് നിൽക്കുന്നത്. പോലീസുകാരുടെ കാര്യം എടുത്തു പറയാതെ വയ്യ അല്ലെ. ഈ വലിയ തിരക്ക് ഇത്ര മനോഹരമായിട്ട് തിരക്കിനെ നിയന്ത്രിച്ച് ഓരോ ഇടവേളകളിൽ ഇത്രയും പേരെ എന്ന രീതിയിൽ ഭക്തരെ കടത്തിവിട്ട് അവരെ എല്ലാം തന്നെ ക്ഷമയോടെ നിയന്ത്രിച്ച്, ചില സമയത്ത് നമുക്ക് പാവം തോന്നും, അവരുടെ ഒരു നിപ്പും ക്ഷീണവും ഈ ചൂടൊക്കെ അവർക്കും ഉണ്ടല്ലോ. എത്രയോ ദിവസമായി ഇതിന് പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരുടെ ഇത് ഒരു കൂട്ടായ്മ എന്ന് നമ്മൾ പറയുന്നത് വിവിധ വകുപ്പുകൾ ഒത്തുചേർന്നുകൊണ്ട് അവരുടെയൊക്കെ അധികൃതർ, അവരുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ഉത്സവത്തിന് വേണ്ടി നാടിനെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ വരവേൽക്കാൻ വേണ്ടി ഈ നാട്ടുകാർ എങ്ങനെയാണ് നിൽക്കുന്നത്, ആതിഥേയരായി മാറുകയാണ് തിരുവനന്തപുരംകാർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊരു വലിയ സന്ദേശം നൽകുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മതമൈത്രിയുടെ സന്ദേശം, കൂട്ടായ്മയുടെ സന്ദേശം, ഒരുമയുടെ സന്ദേശം ഇതെല്ലാം നൽകുന്നു. ഒപ്പം തന്നെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, ഒരു ഉത്സവത്തിന് വേണ്ടി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒത്തുചേരുന്ന ഉത്സവം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയുള്ളൂ, അതാണ് ആറ്റുകാൽ പൊങ്കാല. ലോകത്ത് എവിടെയും ഇതുപോലെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരൊറ്റ ദിവസം ഇങ്ങനെ സ്ത്രീകൾ ഒത്തുകൂടുന്നത്, ഇത്രയും ഇപ്പൊ എത്ര ലക്ഷമുണ്ടെങ്കിലും അതിലേറെയും സ്ത്രീകളായ ഭക്തജനങ്ങളായിരിക്കും എന്നുള്ളതാണ്. അത് വളരെ അപൂർവമായ ഒന്നാണ്. അത് ആറ്റുകാലിൽ തന്നെയുള്ളൂ. ഒരു ദേശോത്സവം എന്ന് പറഞ്ഞ് പണ്ട് കാലങ്ങളിൽ ദേശത്തിന്റെ ഉത്സവം, ദേശവിളക്ക്. അപ്പൊ ദേശത്തിന്റെ ഉത്സവം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രമല്ല, സംസ്ഥാനത്തിന് അതിരുകളില്ലാതെ ഇങ്ങനെ പോവുകയാണ്. മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും തന്നെ എത്തുന്നു. പിന്നെ അനുജ പറഞ്ഞതുപോലെ മറ്റു ഭാഷക്കാര്, ദേശക്കാര് എല്ലാവരും ഈ ദിവസം ഇവിടെ എത്തുന്നുണ്ട്. കുടുംബത്തോടെ എത്തുന്നവരുണ്ട്, കൂട്ടത്തോടെയുള്ള സ്ത്രീകൾ, അത് കൂട്ടുകാരുണ്ടാവും, അയൽവക്കക്കാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. സ്ത്രീകളുടെ കുറെ കൂട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ ഭംഗിയാണ്. അത് രാത്രി അവരെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ തിരുവനന്തപുരം നഗരം അവർ കീഴടക്കി. അവരുടേതായിട്ട് ഒരു പേടിയുമില്ല, വലിയ സുരക്ഷയാണ്. ഓരോ സ്ഥലങ്ങളിലും ഒരുപാട് പരിപാടികൾ, കലാപരിപാടികൾ ഉണ്ടാവും. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സ്ത്രീകൾ രാത്രി നടക്കുന്നത് കാണാൻ അതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അതെ, ഇന്നിപ്പോ കുംഭമാസത്തിലെ പൂരമാണ്, കൂടാതെ പൗർണമിയാണ്. ഈ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിനമാണ് പൊങ്കാല എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. കാർത്തിക നാൾ മുതൽ തുടങ്ങുന്ന, ദേവിക്ക് കാപ്പ് കെട്ടി തുടങ്ങുന്ന ഉത്സവം 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം അതിന്റെ 9ാം നാളാണ്. നാളെയാണ് ഈ ഉത്സവത്തിന് സമാപനമാകുന്നത്. സ്മിത പറഞ്ഞതുപോലെ പലതരത്തിൽ കലാപരിപാടികളുണ്ട്. എല്ലാ ദിവസവും തോറ്റമ്പാട്ടുണ്ട്. തോറ്റമ്പാട്ടിൽ ഈ കണ്ണകി ചരിതമാണ് ആലപിക്കുന്നത്. ഇന്ന് ആലപിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോവലനെ വധിച്ചത്, അതിനുശേഷം ആ ഒരു കോപാഗ്നിയിൽ മധുര നഗരത്തെ ചുട്ടരിച്ച് ദേവി വരുന്നതും, പിന്നീട് രാജാവിന്റെ ശിരസ് മഹാദേവൻ അർപ്പിക്കുന്നതും, ഇതെല്ലാമാണ് ഇന്ന് തോറ്റമ്പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു കുടുംബത്തിലുള്ളവർ തന്നെയാണ് വർഷങ്ങളായിട്ട് തോറ്റമ്പാട്ട്. അത് എഴുതി വെക്കില്ല എവിടെയും, കേട്ട് പഠിച്ച് അങ്ങനെ കേട്ട് പഠിച്ച് മനഃപാഠമാക്കി കൈമാറുകയാണ്. നിൽക്കുന്നതിന് തൊട്ട് മുന്നിലാണ് തോറ്റമ്പാട്ടുകാർ ഇരുന്ന് പാടാൻ പോകുന്നത്. അതെല്ലാം ഇവിടെ സജ്ജമാണ്. ഈ പണ്ടാര അടുപ്പ് എന്നുള്ളതും നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് അടുത്ത് തന്നെയാണ്. അത് 10 മണിയോടെയാണ് അതിന്റെ ആ ചടങ്ങുകൾ. 9:45 ശുദ്ധപുണ്യാഹം. അതിനുശേഷം തന്ത്രി അത് അഗ്നി പകരുകയാണ്. തിടപ്പള്ളിയിൽ നിന്ന് അഗ്നി പകരുന്നു. അതിനുശേഷം ആ അഗ്നി മേൽശാന്തിയും സഹമേൽശാന്തിയും ചേർന്ന് പണ്ടാര അടുപ്പിലേക്ക്, അവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് തീ പകരുന്നത്. അതിന് പിന്നീട് ആ അഗ്നി അങ്ങനെ അത് ഒരു വലിയൊരു ഭക്തിജ്വാലയായി തന്നെ നാടാകെ വ്യാപിക്കുന്നു. അതിലേക്കാണ് വീണ്ടും ഈ നിവേദ്യം അർപ്പിക്കാനൊക്കെയുള്ള ഉണക്കലരി അത് മൺകലത്തിൽ തന്നെ തയ്യാറാക്കണം. മറ്റൊരു തരത്തിലും പാത്രം അനുവദനീയമല്ല. മൺകലം എന്ന് പറയുന്നത് അത് ഭൂമിയുടെ പ്രതീകമാണ്, അല്ലെ? ഭൂമിയുടെ പ്രതീകമാണ്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പ്രതീകം മൺകലമുണ്ട്. അരി, അതും ഭൂമിയുടെ പ്രതീകമായി തന്നെയാണ് കാണുന്നത്. അന്നമാണ്. അതുപോലെ ജലമുണ്ട്, ആകാശമുണ്ട്, വായുണ്ട്, അഗ്നിയുണ്ട്. അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളന വേദി കൂടിയായി മാറുമ്പോൾ അതൊക്കെ ഒരു അപൂർവതയാണ്. നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കാണുക എന്ന് പറയുന്ന ഒരു യജ്ഞശാലയായി, യാഗശാലയായി തിരുവനന്തപുരം മാറും. നഗരം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ഏതാണ്ട് ആ ഒരു മുഴുവൻ ജില്ല എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. ഇവിടെ വന്നിരിക്കുന്നവരെ കണ്ടാൽ അറിയാം, അവരുടെ വേഷവിധാനങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷെ ഒറ്റ മനസ്സാണ്, ഒരു ലക്ഷ്യമാണ്, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. എത്ര ക്ഷമയോടുകൂടിയാണ് നമ്മളോട് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് ഓരോരുത്തരൊക്കെ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവരിലേക്ക് നമ്മൾ പോകും. നമ്മൾക്ക് ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ ചില ഇതൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ബാറുകളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് ഉണ്ടായിരുന്നില്ല. വലിയ തിരക്ക്
ആ സമയമാകുമ്പോഴേക്കും പണ്ടാര അടുപ്പിൽ തീ പകരുന്ന ആ സമയമാകുമ്പോഴേക്കും വലിയ തിരക്ക് ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അനുജ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസം ഇങ്ങനെയൊരു വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി, അതിലെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ ഒരേ മനസ്സോടെ നിൽക്കുന്നു. ആ ഒരു കാഴ്ച നമുക്കും വലിയ സന്തോഷമാണ്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിലും വലിയ സന്തോഷം. അതാണ്. ഇതാണ് അമ്പലത്തിൽ നിന്നുള്ള അല്ലെ ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള വിശദമായ ആവേശത്തിലാണ്. ഈ സ്മിത ചേച്ചിയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾ, അങ്ങനെ സ്മിത ചേച്ചിയൊക്കെ അന്വേഷിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടല്ലേ? അതെ, നമ്മളടുത്ത് ഇവിടെ 24 പ്രേക്ഷകര് വന്ന് നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ പൊങ്കാല അർപ്പിക്കാൻ വന്നവർ നിരവധിയാണ് 24 കുറിച്ച് പറയുന്നത്. അപ്പം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കമന്റ്സ് അയക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നല്ല തിരക്കായതുകൊണ്ടാണ് കൂടുതൽ കമന്റ്സിലേക്കൊക്കെ പോകാത്തത്. നമുക്ക് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ ചേച്ചിമാർ തയ്യാറാകാനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ചേച്ചി, പൊങ്കാലയുടെ സ്ഥലം കിട്ടിയോ? ഇനിയാണോ ഇടുന്നത്? അപ്പം അടുപ്പൊക്കെ ഇനി അടുക്കണ്ടേ? ഉണ്ട്. എവിടുന്നാ വരുന്നത്? കരുനാഗപ്പള്ളി. അപ്പൊ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന ഒരു ചേച്ചിയാണ്. പലർക്കും ഇവിടെ സ്ഥലം കിട്ടാതെ അവർ ആ ചുടുകട്ടയും മറ്റ് കൊതുമ്പും മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകളെ ഇവിടെ ഈ റോഡിന്റെ വശത്തിരിക്കാൻ സമ്മതിക്കില്ല. ഈ അഗ്നിരക്ഷാസേന തന്നെ അറിയിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അടുപ്പിച്ച് കല്ലുകൾ അടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര ചൂടാണ്. കുറച്ചു നേരം ഇപ്പൊ തന്നെ ചൂട് അനുഭവപ്പെടുന്ന സൂര്യാഘാതം ഏൽക്കുന്ന സംഭവങ്ങളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങൾ, അത് ഈ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ കൂടാതെ ദാഹജലം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാഹജലം കുടിച്ച് കൃത്യമായ വെള്ളമൊക്കെ കുടിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ. നിവേദ്യം വരെ 1:15 വരെ നിൽക്കേണ്ടതാണല്ലേ? അത് നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ നടത്തുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു സംഗമവേദിയായി തിരുവനന്തപുരം മാറുകയാണ്. പക്ഷെ അതേസമയം തന്നെ അവിടെ ഒരു പ്രതിഷേധത്തിന്റെ വേദി കൂടിയുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി സലിം മാലിക് ചേരുകയാണ്. പറഞ്ഞു വരുന്നത് ആശാ വർക്കേഴ്സിന്റെ സമരത്തെ കുറിച്ചാണ്. അവർ 32 ദിവസം ആവുകയാണ് പ്രതിഷേധ പൊങ്കാലയിടാൻ തീരുമാനിച്ചിരിക്കുക. അതെ, പ്രതിഷേധ പൊങ്കാലയിട്ട് എന്തായാലും ആ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ മാത്രം ഭാഗമായല്ല, വിശ്വാസത്തിന്റെ കൂടി ഭാഗമായാണ് പൊങ്കാല എന്ന് സമരക്കാർ പറയുന്നത്. മേഘന അവിടെ പോയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഈ 30 ദിവസങ്ങളായി ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ കേട്ട ഒരാളാണ്. അതെ, സലീം തന്നെ പറയും. സലീം, കഴിഞ്ഞ 32 ദിവസമായി ആശാവർക്കർമാർ സമരം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രതിഷേധ പൊങ്കാലയിടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അവർ. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഒരു ഉത്സവവും അവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്കുകയാണല്ലേ? വിവരങ്ങൾ പ്രവിത, മേഘ്ന, കഴിഞ്ഞ 32 ദിവസമായി ആശാ വർക്കേഴ്സ് ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. നമ്മൾ ആ 32 ദിവസവും നമ്മൾ അവർക്കൊപ്പം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പ്രതിഷേധ പൊങ്കാല എന്ന് ഒരർത്ഥത്തിൽ പറയാമെങ്കിൽ പോലും ഇവർ പറയുന്ന ആശാ വർക്കേഴ്സ് പറയുന്നത് ഇത്തവണ അതൊരു പ്രതിഷേധ പൊങ്കാലയായി മാറിയത് അവരുടെ ഗതികേടാണ്. ശരിക്കും സാധാരണഗതിയിൽ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നവരാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പറ്റുമെങ്കിൽ ആറ്റുകാൽ അമ്പലത്തിന്റെ പരിസരത്ത് തന്നെ പൊങ്കാല ഇടുന്നവരൊക്കെയാണ്. പക്ഷേ ഇത്തവണ ഇവിടെ നിന്ന് മാറാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടാണ് ഇവിടെ പൊങ്കാല ഇടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ചിലരെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ആ ടാഗ് കൂടി ഇട്ടുകൊണ്ടാണ്, ആ ആശാ വർക്കേഴ്സിന്റെ ടാഗ് കൂടി ഇട്ടുകൊണ്ടാണ് ആ പൊങ്കാല സമരത്തിന് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരേ സമയം വിശ്വാസവും അതേസമയം ഭക്തിയും, ഒരേ സമയം വിശ്വാസവും അതേസമയം പ്രതിഷേധവും എല്ലാം ഒന്നിച്ചു ചേരുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ശക്തമായ വെയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഈ പൊങ്കാല ദിവസവും ഉണ്ടാകും എന്ന് അറിയുന്നുണ്ട്. കഴിഞ്ഞ 32 ദിവസമായ വെയിലൊക്കെ സഹിച്ച് ഇരിക്കുന്ന ആശാ വർക്കേഴ്സാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഒരു പൊങ്കാല ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഈ ID കാർഡൊക്കെ ഇട്ട് ഒരു പ്രതിഷേധ സ്വഭാവത്തിൽ? ഒരിക്കലും പ്രതീക്ഷ. ഇത്രയും ദിവസം ഞങ്ങൾ മന്ത്രി ഇരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഇത്രയും ചൂടത്ത് ഞങ്ങൾ ഇരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച മാക്സിമം ഒരാഴ്ച, അതിനപ്പുറം ഈ സമരം നീണ്ടു പോകില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നീണ്ടു പോണോണ്ട് നമുക്ക് മന്ത്രിയുടെ മനസ്സൊന്ന് അലിയെ തണുക്കുകയും ചെയ്യണം. ഒരു നിമിഷം അവർ ഈ സമരപ്പന്തലിൽ വന്ന് നോക്കുന്നത് മന്ത്രിയുടെ മനസ്സലിയും. അതിന് വേണ്ടിയിട്ടാണ് വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധം മാത്രമല്ല, പ്രാർത്ഥന കൂടിയാണ് മന്ത്രിയുടെ മനസ്സലിയാനുള്ള. പിന്നെ ആറ്റുകാലമ്മയുടെ മുമ്പ് ഞങ്ങൾ അങ്ങേ അറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രിയുടെ കണ്ണു തുറക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ മന്ത്രി അംഗീകരിക്കണമെന്നും താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ പൊങ്കാല ഞങ്ങൾ ഇവിടെ അർപ്പിക്കുന്നത്. ഇത് മുൻ വർഷങ്ങളിലൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അമ്മയുടെ നടയിലാണ് പൊങ്കാല ഇടുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ഇവിടെയാണ് ഇടുന്നത്. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോഴത്തേക്ക് പൊങ്കാല ഇടുന്നത് ഇവിടെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനു മുൻപ് നിങ്ങൾക്ക് ഞങ്ങൾ
പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും സമരം നീണ്ടു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ഏകദേശം ഒരു 10-12 ദിവസം ആകുമ്പോഴത്തേക്കും സമരം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ പൊങ്കാലയും വന്നു. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതെങ്കിലും കണ്ടെങ്കിലും ദയവ് ഇതൊന്ന് അലിഞ്ഞ് ഞങ്ങളുടെ ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പത്മനാഭന്റെ മണ്ണിലും ദേവിയുടെ മണ്ണിലും ഒരു എന്ത് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലെന്നാണ് പൊതുവെയുള്ള പൂർവ്വര് പറയണം. അപ്പം മന്ത്രിയുടെ മനസ്സും അങ്ങനെ അലിയുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. മേഘ്ന, പ്രവിത, ഈ പ്രതിഷേധം എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ പൊങ്കാലയിട്ടിരുന്ന കുറേ മനുഷ്യർ, കുറേ സ്ത്രീകളാണ് ഇവിടെ കഴിഞ്ഞ 32 ദിവസമായി സമരം ചെയ്യുന്നത്. ആ സമരത്തിനിടയിൽ ഇപ്പോൾ ഈ പ്രതിഷേധ പൊങ്കാല എന്ന നിലയിലേക്ക് മാറുകയാണ്. ഇത് പ്രതിഷേധമാണോ ഭക്തിയാണോ? ഇല്ല, പ്രതിഷേധമല്ല, ഭക്തിയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ലല്ലോ. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാലയായിട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ബൈറ്റുകൾ തന്നെ പറയും, അതായത് അവർക്കതൊരു പ്രതിഷേധം എന്ന നിലയിലൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് ഭക്തിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി മന്ത്രിയുടെ മനസ്സലിയണേ എന്നൊരു പ്രാർത്ഥന എന്നാണ് ഒരു സമരക്കാർ പറയുന്നത്. നോക്കുക, എത്ര ഗതികേടാണെന്ന് നോക്കുക. 32 ദിവസമായി ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അതിന് ഇടയിലെത്തിയ മഴയിൽ ആ മഴ ടാർപ്പാളിനൊക്കെ വലിച്ചു മാറ്റി ആ മഴ നനയിച്ച് ഈ സമരക്കാരെ ഉപദ്രവിച്ച്, അങ്ങനെ സർക്കാർ ഇവരെ ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ചെയ്തു. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കത്തിൽ ആ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ നീണ്ടുപോകുന്നു. ഇന്ന് 32ാം ദിവസം, ആറ്റുകാൽ പൊങ്കാല ദിവസം. സാധാരണഗതിയിലും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ പൊങ്കാല ദിവസം പല പ്രതിഷേധ പൊങ്കാലകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് 1-2 പേർ ചേർന്ന്, അതല്ലെങ്കിൽ 3-4 പേരൊക്കെ ചേർന്നിട്ടുള്ള പൊങ്കാലകളാണ് പ്രതിഷേധ പൊങ്കാലയെ കണ്ടിട്ടുള്ളത്. ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമരച്ചൂട്, ഈ പൊങ്കാല അടുപ്പിൽ തീ തിളയ്ക്കുന്നതിനേക്കാൾ ചൂടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ നടക്കുന്ന സമരച്ചൂടായി പൊങ്കാല ദിവസവും തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയ വർധനവാണ്. 7,000 രൂപ എന്ന തുച്ഛ ഓണറേറിയത്തിൽ നിന്ന് 21,000 രൂപയാക്കിയ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. 2, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ചില മാനദണ്ഡങ്ങൾ സർക്കാർ ഈ സമരത്തിന് ശേഷം പിൻവലിച്ചു. പിന്നീട് ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം തുടരുന്നതിനിടയിലെത്തിയ പൊങ്കാലയാണ്. അവർ ഒരേ സമയം ഭക്തിയും അതേസമയം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്നത്. പ്രവിത, മേഘ്ന. ശരി, സലിം മാലിക്കാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സ് അത്തരത്തിലുള്ള പ്രതിഷേധവും ഒപ്പം ഭക്തിയും കൂടി മന്ത്രിയുടെ മനസ്സലിയാനാണ് അവർ പൊങ്കാലയിടുന്നത്. ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട് പൊങ്കാലയിടാൻ. അപ്പം മന്ത്രിയുടെ മനസ്സലിഞ്ഞ്, സർക്കാരിന്റെ മനസ്സലിഞ്ഞ് എത്രയും പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. വലിയ ഗതികേടാണല്ലേ പ്രവിധ, അത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ പ്രതിഷേധ പൊങ്കാലയുമായി വരേണ്ട ഒരവസ്ഥ. അവർ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പൊങ്കാല ഇടേണ്ടവരാണ്. പക്ഷെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആ പ്രതിഷേധം മാറുന്നു എന്നുള്ളതാണ്. അത് എത്രയും വേഗം പരിഹരിക്കണം അല്ലേ, അത് തന്നെയാണ് ആവശ്യം. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, മേഘന, എനിക്കൊന്ന് കുറച്ച് മുൻപ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 100 ആളുകൾ വീണ്ടും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവരൊക്കെ എവിടെയാണ് ഈ പൊങ്കാലക്കലങ്ങൾ അടുപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വെക്കാൻ പോകുന്നത്? കാരണം ഇവിടേക്ക് ഇപ്പൊ തന്നെ നിറഞ്ഞു കഴിഞ്ഞു. അതെ, നമുക്ക് നിരത്തുകളിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നോക്കേ വേണ്ട. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങളും തത്സമയ ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തും, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ തിരക്ക് കൂടിക്കൂടി വരുന്നു. ഇനിയും ഓരോ ട്രെയിനുകളൊക്കെ വരുന്നത് കൂടി പല ദേശങ്ങളിൽ നിന്നും. മറ്റൊരു കാഴ്ച എന്ന് പറയുന്ന, ഓരോ മൂലയിലും അല്ലെങ്കിൽ ഓരോരോ ഇടത്തും ഇത്തരത്തിൽ ഒരു ദേവിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ചിത്രമോ വെച്ചിട്ട് അതിൽ മാലയിട്ട് ഇങ്ങനെ ദേവിക്ക് കാണിക്കായി ഒരുപാട് വസ്തുക്കൾ, അതായത് പഴം, പച്ചക്കറി, അത് ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങോളം ഈ കാഴ്ച കാണാനുണ്ട്. ഒരു പ്രധാന കാഴ്ചയാണ് തിരുവനന്തപുരത്തേത്. അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അമ്മ എവിടുന്ന? അമ്മ വളത്തെങ്ങിന്ന് വരുന്നു, കൊല്ലം. എന്റെ കൂട്ട് തെറ്റി പോയി, ഒരാളുടെ തേങ്ങ എന്റെ കയ്യിൽ ഇരിക്കുവാ. കൊണ്ടു കൊടുക്കാൻ പോവാ. ഇനി കൊണ്ടു കൊടുത്തില്ല, ഇനി അവരെ എങ്ങനെയെങ്കിലും തേടണം. ഞാൻ ഇവിടെ കമ്മിറ്റി ഓഫീസിലൊന്ന് പറഞ്ഞു. അതാണ്, വെള്ളമൊക്കെ ശേഖരിക്കാനായി എത്തുന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ടാണ് ഓരോ പോയിന്റിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഇത് നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും വെള്ളവും അടക്കമുള്ള നേരത്തെ പുലർച്ചെ മുതൽ ഈ തേങ്ങ ചിരകാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇവിടെ സജ്ജമാണ്. ഇനി ആ സമയം അടുക്കുകയേ വേണ്ടു അല്ലേ? അപ്പൊ ഇനിയും കുറച്ചും കൂടി വിശേഷങ്ങൾ ബാക്കിയുണ്ട്. കുറച്ചുകൂടി നല്ല, ഇനി തിരുവനന്തപുരത്ത് പാട്ടും ഒക്കെ കേൾക്കും, നമുക്ക് തുള്ളാനൊക്കെ തോന്നുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നത്. അതിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് വേറെ വാർത്തയൊന്നുമില്ല, നിഷാദ് മുത്തുവാണ് ചോദിക്കുന്നത്. വാർത്തയുണ്ട്, അതെ, വാർത്തയുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോവാം.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം വൈകും. ലോഞ്ചിംഗ് പാഡിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് സ്പേസ് എക്സ് റൂട്ട് 10 ദൌത്യം മാറ്റിവെച്ചു. അന്താരാഷ്ട്ര നിലയത്തിലെ 4 പേരെ കൂടി എത്തിക്കാനുള്ള ദൌത്യം വൈകുന്നതിനെ തുടർന്നാണ് ഇവരുടെയും മടക്കം വൈകുന്നത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിറയെ പൊങ്കാലക്കലങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ഈ വീതിയിലാണ്, തമ്പാനൂരാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് ഈ ദൗത്യം വൈകുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ അറിയിക്കുന്നത്? ഗുഡ് മോർണിംഗ് മേഘ്ന, ഗുഡ് മോർണിംഗ് പ്രവിത. ഇങ്ങനെ ഈ യാത്ര വൈകുകയാണ്, മിക്കവാറും ഈ യാത്ര ഇങ്ങനെ വൈകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാസയൊക്കെ പൊങ്കാലയിടേണ്ട ഒരു സമയമായെന്ന് തോന്നുന്നു. അവസാന നിമിഷമുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതോടെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിന്റെ യാത്ര ഇനിയും നീളും എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നാസയും സ്പേസ് എക്സും സംയുക്തമായി നടത്താനിരുന്ന ക്രൂ 10 ബഹിരാകാശ ദൗത്യമാണ് ഇന്ന് അവസാന നിമിഷമുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിവെച്ചത്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ഈ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ തിരികെ എത്തിക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സുനിതയും അതുപോലെ സഹയാത്രികനായ ബുച്ച് വിൽമോറിനെയും ഭൂമിയിലെത്തിക്കുവാൻ നാസ പദ്ധതിയിട്ടത്. ഈ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശത്തെത്തിയ സുനിതയും ബുച്ചുമൊക്കെ പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ കഴിഞ്ഞ 9 മാസമായി തിരികെ എത്തുവാൻ സാധിക്കാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ റോക്കറ്റിന്റെ വിക്ഷേപണ തണയിൽ അവസാന നിമിഷം കണ്ടെത്തിയ ഒരു തകരാറാണ് ഈ ദൗത്യം ഇപ്പോൾ മാറ്റിവെക്കുവാൻ കാരണമായത്. ശരിക്കും ഇത് മാർച്ച് 26-ാം തീയതി ആയിരുന്നു ഈ ദൗത്യം. ഇത് നേരത്തെ ആക്കുകയായിരുന്നു. എന്നാണ് അടുത്ത ദൗത്യം എന്ന് നാസ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും അധികം താമസിയാതെ തന്നെ ഈ തകരാർ പരിഹരിച്ച് ഈ ദൗത്യം പുനരാരംഭിക്കുവാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജൂണിൽ ബഹിരാകാശത്തെത്തിയ സുനിതയുടെയും ബുച്ചിന്റെയും മടങ്ങിവരവ് ഈ ബോയിങ് പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം അന്ന് തകരാറിലായതോടെ അവരുടെ മടങ്ങിവരവിനുള്ള അനുമതി നാസ അന്ന് തടയുകയായിരുന്നു. മേഘ്ന, പ്രജിൻ. സുനിത വില്യംസ് അവിടെ കഴിയുന്ന കാര്യങ്ങളടക്കം വലിയ കൗതുകം ഉണ്ടായിരുന്നു ആളുകൾക്ക്. പറഞ്ഞേട്ടോ മേഘന പ്രജിൻ. അതെ അതെ, അത് പ്രജിൻ ചേട്ടനെ കണ്ടൊരു ശീലം ഉണ്ടല്ലോ എല്ലാവർക്കും, പലരും കമന്റുകൾക്കും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സുനിത വില്യംസിന്റെ മടക്കം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് കഴിയുന്നത്, അവിടുത്തെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ കൗതുകമുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ? അതെ, കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളീസ് പറയുന്നുണ്ട് പൊങ്കാല ആശംസകൾ എന്ന്. ജൂലി പറയുന്നുണ്ട് പൊങ്കാല ആശംസകൾ. ഒപ്പം ജമീല പറയുന്നു ആശാ വർക്കേഴ്സിനെ ആറ്റുകാൽ ദേവി അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ആശാ വർക്കർമാർ ഈ ഒരു സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു സങ്കടമായിട്ടാണ് ആശാ വർക്കേഴ്സ് അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി തുടരുന്നത്. എന്ത് വിഷയമാണെങ്കിലും 32 ദിവസമൊന്നും സ്ത്രീകളെ എങ്ങനെ അല്ലെ, ഇതൊരു സ്ത്രീകളുടെ ഉത്സവമാണ്. അതുപോലെ ആശാവർക്കന്മാരും 32 ദിവസമൊന്നും വലിച്ചു നീട്ടരുതായിരുന്നു എന്നുള്ളതാണ് ഈ പൊങ്കാല ദിവസവും പറയാനുള്ളത്. അതെ, പൊങ്കാലയുടെ തിരക്കാണോ എന്ന് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ശിവദാസൻ പൊങ്കാലയുടെ തിരക്കിലാണ്. അതെ, പൊങ്കാല ഇടാനൊന്നും നമുക്ക് പറ്റില്ല, കാരണം നമ്മൾ ജോലിയിലാണ്. അപ്പൊ നമ്മളെ പോലെ തന്നെ ജോലിയിലുള്ള ഒരുപാട് പേരുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ ഈ മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, ഒപ്പം പോലീസുകാർ. അവരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അല്ലേ? നമുക്കിനി നേരെ പോകേണ്ടത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീകാന്ത് അവിടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഇപ്പം അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പൊങ്കാലക്കലങ്ങളൊക്കെ എല്ലായിടത്തും നിരന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവിത, ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ദേവി നടയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഇത് നിലവിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എല്ലാ സ്ത്രീജനങ്ങളും. അവർ ദർശനമൊക്കെ കഴിഞ്ഞ് ഇതുവഴി അവരവരുടെ ഈ കട്ടയൊക്കെ നിരത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ സിറിൽ ഒന്ന് കാണിച്ചു തരും. പക്ഷെ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയേണ്ടതുണ്ട് പ്രവിത, കാരണം ഇന്നലെ ആകാശം അത്യാവശ്യം മേഘാവൃതമായിരുന്നു, അത്ര ചൂട് അനുഭവപ്പെടുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിന്റെ ഒരു ചൂട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ സാരഥിയായിരുന്ന സതീഷ് പറഞ്ഞതുപോലെ പുള്ളി പിരിന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ. അതാണ് മൊത്തത്തിലുള്ള ഒരു അവസ്ഥ. പിന്നെ പറയുന്ന ഈ ഇവിടുത്തെ ഈ ചടങ്ങിന്റെ ഭാഗമായുള്ള മൺകലങ്ങളെ കുറിച്ച് അത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ്. അതൊന്ന് പറയാം. ഈ മൺകലങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിന് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് സമീപം മുട്ടക്കാട്, തലക്കുളം, നാഗർകോവിലിന് തൊട്ടടുത്തുള്ള ചുങ്കൻകട, താഴക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് ഈ മൺകലങ്ങൾ ഇവിടേക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി എത്തിക്കും. നമ്മൾ ഈ കിഴക്കേക്കോട്ട, തമ്പാനൂർ,
സ്റ്റാച്യു ഉൾപ്പെടെയുള്ള ഏത് മേഖലകളിൽ പോയാലും കുറച്ചധികം ദിവസങ്ങളായി നമുക്കത് കാണാമായിരുന്നു. ഇവിടുത്തെ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന മൺകലങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി വീടുകളിൽ കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കാറാണ് പതിവ്. ഒരെണ്ണം മുതൽ 100 കലങ്ങളിൽ വരെ പൊങ്കാല സമർപ്പിക്കുന്നവരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. അത് ഈ ദേവീക്ഷേത്രത്തിന്റെ ചുറ്റും നിൽക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ആ തമ്പാനൂരൊക്കെ ഇറങ്ങി, നിങ്ങൾ രാവിലെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, കിഴക്കേക്കോട്ട, സ്റ്റാച്യു, ബേക്കറി ജംഗ്ഷൻ, ഈഞ്ചക്കൽ, പേട്ട എന്ന് വേണ്ട തലസ്ഥാന നഗരം ഒന്നാകെ തന്നെ സ്ത്രീകൾ കൈയടക്കിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്ര കണ്ട് ജനങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഗിന്നസ് റെക്കോർഡിലൊക്കെ കയറിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അത് പൂർവാധികം ഭംഗിയായി ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും 10:15 പൊങ്കാല ആരംഭിക്കും, പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ പയറ്റി തെളിഞ്ഞ നമ്മുടെ SKN ഈ പൊങ്കാല വിശേഷങ്ങളുമായി നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും എന്ന് കരുതുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ്. എന്താണ് വിശദമായ വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ സിനിമയിലും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലും ഒക്കെ തിളങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് അറിയുന്ന ഒരുപാട് ആളുകൾ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമ സീരിയൽ താരങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഗൗരിവന്ദനം എന്നുള്ള ഹോട്ടലിലാണ്. ആ ഹോട്ടലിന്റെ പരിസരത്താണ്. അത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ചിപ്പി ചേച്ചി എവിടെയുണ്ടല്ലേ, കാരണം എല്ലാ പൊങ്കാലയ്ക്കും മുടങ്ങാതെ വരുന്ന ആളാണ് ചിപ്പി. അപ്പൊ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ KSRTC ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ വാഹന സൗകര്യമൊക്കെ ഇവിടെ യാത്രാ സൗകര്യം അടക്കം കുറച്ച് ബുദ്ധിമുട്ടിലാകും. വലിയ തിരക്കുണ്ട്. എന്തായാലും അത് നമുക്ക് ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട് അങ്ങനെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. ഇവിടെ കട്ട അടുക്കുകയാണ് പൊങ്കാല അർപ്പിക്കാനായി. എവിടുന്ന വരുന്നേ? കൊല്ലം. അപ്പൊ ഇന്നലെ വന്നോ? ഇന്നലെ വന്നു. സ്ഥലം പിടിക്കാനൊക്കെ നേരത്തെ കുറച്ച് പണിപ്പെട്ടേ മണ്ടക്കേട്ടൊക്കെ പോയിട്ട് വന്ന് വളരെ പെട്ടെന്നായിരുന്നു. ക്ഷേത്ര ദർശനം നടത്തിയോ? നടത്തി. എങ്ങനെ കയറി? ഇത്ര തിരക്കല്ലായിരുന്നോ? ഇല്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. മണ്ടക്കേട്ടൊക്കെ പോയി. എന്തൊക്കെയാണ് ഇന്ന് അർപ്പിക്കുന്നത്? എന്തോ എന്തൊക്കെയാണ് ഇന്നത്തെ വഴിപാടായി? ശർക്കര പായസം മാത്രമൊക്കെ നടത്താൻ, അല്ലാതെ മറ്റു ഇതൊന്നുമില്ല. അമ്മയോട് എന്താ പറയാനുള്ളത്? എന്താ ആഗ്രഹമാണ്? അമ്മയുടെ മക്കളുടെ ദുഃഖങ്ങളൊക്കെ പറയാനുണ്ട്. പരിഹരിക്കപ്പെടും. അവൻ SLCക്ക് പഠിക്കുന്നുണ്ട്. പരീക്ഷയാണല്ലേ? ആണ്. അതെ, അങ്ങനെയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുമായി ഓരോരോ അതിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം മേഘന, ഇവരെല്ലാം അമ്മമാരാണ്. ഈ അമ്മമാരെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഒക്കെ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അവർ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് വന്നവരായിരിക്കും. നമുക്കത് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ പക്ഷെ ഇങ്ങനെ തുടരെ ബസ്സുകൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഈ ബസ്സൊന്നും ഉണ്ടാകും. നമുക്ക് ആ റോഡൊന്ന് ക്രോസ് ചെയ്യണം. പക്ഷെ ബസ്സുകൾ ഇങ്ങനെ ഒരുപാട്. ചേച്ചി എന്താ പേര്? രമണി. എവിടുന്നാ വരുന്നേ? കൊല്ലം കുണ്ട്ര. ഒറ്റയ്ക്കാണോ വന്നേ? ഇല്ല, എന്റെ ചേട്ടന് വയ്യാത്ത ആളാവിടെ ഇരിക്കുന്നുണ്ട്. എത്ര വർഷമായി വരുന്നു? ഞാൻ ഇപ്പൊ ആദ്യമായിട്ടല്ല, നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഭർത്താവിന് വയ്യാതായണൊക്കെ പിന്നെ മേഘന ശ്രദ്ധിച്ചോ? ആദ്യമായാണ് വരുന്നതെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നു. ജനറേഷൻ മാറി നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. എവിടുന്ന് വരുന്നത്? വെഞ്ഞാറമൂട്. മുന്നേ വരാറുണ്ടോ? വരാറുണ്ട്. എന്താ ഒരു അനുഭവം? എന്താ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? പ്രാർത്ഥിച്ചാലും നടക്കും. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 9ാം ക്ലാസ്. അപ്പൊ അടുത്ത വർഷം SSLC നന്നായിട്ട് കിട്ടണമെന്നുള്ള പ്രാർത്ഥനയാണോ? തന്നെയാണ് അടുത്ത വർഷത്തെ SSLC. പലർക്കും പല കാരണങ്ങളുണ്ടല്ലോ. എന്താ പേര്? അശ്വതി. ഞാൻ അവളെ അമ്മയാണ്. മനസ്സിലായി. അമ്മയാണെന്ന് തോന്നില്ല. പക്ഷെ തോന്നില്ല. പറഞ്ഞു. ഒത്തിരി വർഷം കൊണ്ട് ഇന്ന് പൊങ്കാല മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടായിരിക്കില്ലേ? ചൂടായിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. അപ്പൊ ഈ വർഷം വരണമെന്ന് പറഞ്ഞു ഒത്തിരി ആഗ്രഹത്തിൽ വന്നത്. ഒത്തിരി വർഷം വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഒന്ന് മുടങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് അപ്പൊ അടുപ്പിച്ച് എത്ര വർഷം വന്നിട്ടുണ്ട്? ഞാൻ ഒരു 7 വർഷത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ആ കാഴ്ചയിലെ കൂടെ പോകണം. അതെ, ഒരേപോലെ വേഷം ധരിച്ചിരിക്കുന്ന ഈ ചേച്ചിമാരിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ചേച്ചി, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട്. എല്ലാവരും ഒരേ കളറാണ്? ഒരേ കളറാ. ഒരേ ഇടത്തുനിന്നാണോ? മാറിപ്പോണ്ടാച്ചു. 37.
37 ആളുണ്ട് ഇപ്പൊ 37 ആളുണ്ട് 37 പേരാണ് ഇങ്ങനെ നിരന്നിരിക്കുന്നത്.